ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുകയല്ലേ. അപ്പം കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കടി ഇപ്പം ഉണ്ടാക്കാൻ തലേന്ന് അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല കേട്ടോ. പൂരി ഉണ്ടാക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. രാവിലെ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ ഗോതമ്പ് പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ കരുതി റബ്ബേ ഇനിയിപ്പോൾ എത്താ ചായക്ക് കടി. മക്കൾ നേരം വെളുത്ത് പല്ലും മോറും തേച്ച കീയാടുമ്മ ചായ അരി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണ്ടേ കടി. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ എന്തപ്പം ഉണ്ടാക്കുക എന്ന് കരുതി നിന്നപ്പോഴാണ് നമുക്ക് നെയ്ച്ചോറ് വെക്കാന്നാണ്ട് മനസ്സിൽ വന്നത് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ്റക്ക് നമ്മളെ മക്കൾക്ക് കോഴിയോ ഇറച്ചിയോ ഒന്നും വേണ്ട കേട്ടോ. അവർക്ക് കുറച്ച് ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കി കൊടുത്താൽ നല്ല തീർപ്പതിയാണ്. അപ്പോൾ ഞാൻ ചോറ് വെക്കാനും ഉള്ളിക്കൂട്ടാനും ഉണ്ടാക്കാനും പാടെ കണ്ടാണ് കേട്ടോ ഉള്ളി അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉള്ളി അരിൻ്റെ ഇടയിൽ ഏതായാലും ചായക്ക് വെള്ളം വെച്ചിനൊക്കെ തിളച്ചിക്കണം കേട്ടോ. അപ്പം ഞാൻ അതിന് പഞ്ചാരയും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ചായ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഒരു പാത്രത്തിൽ പാരണം. അപ്പോൾ എന്നാൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പാർന്നിട്ട് ചായ ചൂടാറാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണോ പാരുന്നതാണ്. അപ്പം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ പാർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ കുക്കറൊക്കെ തീമച്ചിക്കണം. അതിക്ക് കുറച്ച് ഓയിൽ പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. നെജ്ജുണ്ട് വെച്ചെങ്കിൽ നെജ്ജ് ഇട്ട് കൊടുക്കാൻ ചെയ്തു. ഇപ്പോൾ നെജ്ജൊന്നുമില്ല കഴിഞ്ഞിരിക്കണം. അപ്പോൾ കുറച്ച് ഓയിലും വെളിച്ചെണ്ണയൊക്കെ പറന്ന് കണ്ടാണ്. അപ്പോൾ ഏലക്കായും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തു. കുറച്ച് വല്ലുള്ളി ഇട്ട് കൊടുത്തു. ബാക്കി വല്ലുള്ളി ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കാനാണ്. കുറേ ഉള്ളിയൊന്നും വേണ്ട കേട്ടോ. നെയ്ച്ചോർക്ക് കുറച്ച് മതി. പിന്നെ കുറച്ച് പാകത്തിന് വെള്ളവും പാർന്ന് കൊടുത്തു. പിന്നെ ഞാൻ നമ്മളെ നെയ്ച്ചോറ്റോരല്ലേ അതും ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നമ്മളെ അരിയും കൂടി ഉണ്ട് കഴുകി ഇട്ട് കൊടുത്താൽ നമ്മളെ നെയ്ച്ചോറ് സെറ്റാകാൻ ഒരു പണിയില്ല കേട്ടോ. ഒരൊറ്റ വിസിൽ അടിച്ചണമെന്നൊന്നുമില്ല. വിസിലിനിങ്ങനെ ആ ഒരൊച്ച അങ്ങനെ വരുമ്പോൾ ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ നമ്മളെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായി കേട്ടോ. അപ്പോൾ അങ്ങനെ വിസിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ അത് വാങ്ങി വെച്ചു. പിന്നെ ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു. വെളിച്ചെണ്ണ പാർന്ന് കടുക് പൊട്ടിച്ചിക്കാണ് കേട്ടോ. പിന്നെ നമ്മളെ വല്ലുള്ളി ഇട്ട് കൊടുത്തു. നമ്മളെ നെയ്ച്ചോറ് ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണല്ലേ. അപ്പോൾ ഞാൻ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഉള്ളി അത് വാട്ടിയെടുക്കണം. പിന്നെ 2 മുട്ട ഉണ്ട് ഇനി അത് പുഴുങ്ങിയെടുത്തിന്. പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാക്കണേ കുറച്ച് വെള്ളം പാർന്ന് കൊടുത്ത് നമ്മളെ ഉള്ളിക്കൂട്ടാൻ സെറ്റാക്കി എടുത്തുക്കണം കേട്ടോ. ഈ നെയ്ച്ചോറ്റക്ക് ഇങ്ങനത്തെ ഉള്ളിക്കൂട്ടാൻ ഉണ്ടായാൽ മതി കേട്ടോ. അവർക്ക് അങ്ങനെ നെയ്ച്ചോറ് വെച്ചാൽ കോഴിച്ചാറ് വേണമെന്നോ ഇറച്ചിച്ചാറ് വേണമെന്നോ ഒന്നുമില്ല. ഇങ്ങനത്തെ കുറച്ച് തക്കാളി കൂട്ടാനും അല്ല ഉള്ളി കൂട്ടാനും ഉണ്ടാക്കി അതിൽ ഓരോ കണ്ട മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല തീർപ്പതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു പുകയത്തി പറയണേ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നിട്ട വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിരിക്കണം കേട്ടോ. എന്നെ ഇജൻ്റെ പുകയത്തി പറയാന്നില്ല. അപ്പോൾ ഞാൻ തന്നെയല്ല നിങ്ങൾ ആരെങ്കിലും പുകയത്തി പറഞ്ഞെങ്കിലല്ലേ ഇച്ചതുള്ളൂ. നിങ്ങളാരും പുകയത്തി പറയണില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് പുകയത്തി പറയാം. അല്ല അപ്പോൾ എന്തപ്പോൾ കാട്ടണത്. അപ്പോൾ ഇതാക്കണേ 2 മുട്ട 4 എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് നമ്മളെ ഉള്ളിയിലിട്ട് കണ്ടൊന്ന് ഇതാക്കി. അപ്പോൾ ഉള്ളി കൂട്ടാൻ ഉപ്പുണ്ടോ നോക്കി നോക്കിട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താട്ടിന്നറിയോ അകടിച്ചു വരണമല്ലോ. അപ്പോൾ അകടിച്ചു വരാൻ വേണ്ടി പോകാണ് കേട്ടോ. മിറ്റൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിറ്റൊക്കെ അടിച്ചു വരി വന്ന് അകടിച്ചു വരിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് വേണം ചായ അടിച്ചാനേ. അപ്പം അങ്ങനെ ഇതാക്കണം. ഞാൻ അതൊക്കെ അടിച്ചു വരിയിടാണ് കേട്ടോ. പിന്നെ മക്കൾ ഒക്കെ നീപ്പിച്ചിട്ട് വാണഞ്ഞ് ചായയൊക്കെ കൊടുത്ത് ഓരോ മദ്രസക്ക് പറഞ്ഞേക്കണം. അപ്പം അങ്ങനെ ഞാൻ ഓലിക്കും ഇച്ചും ഒക്കെ പിന്നെ ചായ എടുക്കുകയാണ് കേട്ടോ. നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഇതാക്കണേ. ആ ഓല എടുത്തിട്ടിട്ടില്ലേ കേട്ടോ. അതും കൂടി എടുത്തിട്ട് പിന്നെ ഞാൻ എല്ലാവർക്കും ഓരോ കണ്ട മുട്ടിയും കുറച്ച് ഉള്ളി കൂട്ടാനും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കുന്നേ. ഞങ്ങളിന്ന് എല്ലാവരും ഒപ്പളാണ് ചായ അടിച്ചത് കേട്ടോ. അല്ലെങ്കിൽ മക്കളൊക്കെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ടാണ് നമ്മൾ ചായ അടിച്ചാൽ കുത്തിർക്കൽ. ഇന്നിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ ഓലപ്പം കുത്തിർന്ന് കണ്ടാണ്ട് ചായ കുടിച്ചു. അങ്ങനെ ഇതാക്കണേ.
ഇതായിക്കണം കേട്ടോ, ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് കൊടുത്തപ്പോൾ ഞാൻ എന്താട്ടിന്നറിയോ, ഇച്ച് ചോറ് വിളമ്പിയപ്പോൾ ഞാൻ മുട്ട എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ജിനുവിന് കട ഉണ്ടേനി, അപ്പം ഓന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ചോറ് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നുള്ളി കൂട്ടാൻ വേണ്ടേ ചോറ് കഴിച്ചുമ്പോൾ, അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കണ്ടും കൂടി ഓന് പിന്നെ ആ ചോറ്റിൽ ഇട്ടുകാണ്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണേ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രം മോറാണ് കേട്ടോ. നമ്മൾ തിന്നിട്ടില്ലെങ്കിലും നമ്മളെ മക്കൾ തിന്നെങ്കിലേ നമുക്ക് തൃപ്തിയില്ലേ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ മോറെടുക്കുകയാണ്. പിന്നെ വെറും ചോറ് കൊണ്ടുപോകുമ്പോൾ ഒരു ഗതികേടല്ലേ, അതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉള്ളിക്കൂട്ടാനില്ലാഞ്ഞാൽ. അപ്പോൾ അത് എഴുതിയിട്ടാണ് കേട്ടോ ഞാനൊരു നമ്മളതായിക്ക് ഇട്ട് കൊടുത്തത്. അപ്പം അങ്ങനെ നമ്മൾ പാത്രമൊക്കെ മോറി എടുക്കണുണ്ട്. പിന്നെ പാത്രം മോറിയപ്പോഴാണ് മക്കളെ വെള്ളം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ മോട്ടർ വന്നിട്ടു. അപ്പോൾ പിന്നെ വെള്ളം വരൽ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങൾ കൂടി ഒന്ന് മോറിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ നേരം വെളുത്താലൊരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. അതൊന്ന് കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിലോ ഒരു 12 മണി എങ്ങനെയായാലും ആകും. ഓരോ പണി ഇങ്ങനെ എടുക്കണതിൻ്റെ ഇടയിൽ നമുക്ക് മക്കളെയൊക്കെ പറഞ്ഞേക്കാമല്ലേ, അല്ലെങ്കിൽ മക്കളെ മാറ്റി ഒരുക്കി പറഞ്ഞേക്കാനില്ലെങ്കിലൊക്കെ നമ്മളെ പണിയൊക്കെ വേഗം കഴിച്ചും. അതിൻ്റെ ഇടയിൽ ഓലെ പറഞ്ഞേക്കും ഒക്കെ വേണം. അങ്ങനെയാണ് നമുക്ക് ഈ നേരം വെക്കുന്നത്. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ മോറാനല്ല പണി, അതൊക്കെ അതാത് സ്ഥലത്ത് ഇങ്ങനെ വെക്കണം. അങ്ങനെയാണ്. അതേ പറഞ്ഞ മാതിരിയാണ് തിരുമ്പാൻ എളുപ്പമാണ്, പക്ഷേ എങ്കിൽ തിരുമ്പിക്കാണ്ടായി പിന്നെ മടക്കി വെക്കാനാണ് ഭയങ്കര മടി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കണോ? ഇച്ചങ്ങനെ തിരുമ്പാൻ നമ്മൾ എത്രയും തിരുമ്പും, പക്ഷേ എങ്കിൽ മടക്കാൻ വല്ലാത്ത പിരാന്താണ്. അങ്ങനെ പാത്രം മോറിലൊക്കെ കഴിഞ്ഞ് നമ്മളെ കുട്ടിക്ക് പോകാനായിക്കണം കേട്ടോ, കടയിലേക്ക് പോകാനായിക്കണം. അപ്പോൾ ഞാൻ ഓന് പാത്രത്തിൽ ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെറുംചോറ് വെക്കണമെന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ് വെറുംചോറ് വേണ്ട വെച്ച് ആ നെയ്ച്ചോറില്ലേ അതന്നെ മതി കൊണ്ടുപോകാൻ കാരണം. അപ്പോൾ പിന്നെ നമുക്കും തന്നെ ലാഭമായി, പിന്നെ ചോറ് വേറെ ഇനി വെക്കണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ നെയ്ച്ചോറ് അവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ ഓനുള്ള ചോറ്റിക്ക് കൂട്ടാൻ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഓർക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓനാണെങ്കിൽ ഉള്ളിക്കൂട്ടാൻ തോനമാണ് കേട്ടോ. ഓൻ പറയും കൂട്ടാല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറ് എന്നറിയാം. ഞാൻ എന്നിട്ട് എന്താട്ടെന്ന് അറിയാം കുറേ ഉണ്ടെന്ന് അറിയിച്ചാൽ വേണ്ടി ഞാൻ എല്ലായിടത്തും അങ്ങോട്ട് പരത്തിയിട്ട് കൊടുക്കും കേട്ടോ. പറയണത് ശരി തന്നെയാണ്, കുറേ ചോറ് കുറയും കൂട്ടാൻ കുറച്ചായ എങ്ങനെയപ്പോൾ തിന്നാൻ കഴിയല്ലേ. അങ്ങനെ ഓനല്ല ചോറൊക്കെ ആക്കി കൊടുത്ത് ഓനെ പറഞ്ഞയച്ചിട്ട് പിന്നെ ഞാൻ കുക്കറിൽ നമുക്ക് ചോറ് ചെയ്യുമ്പോട്ടിക്കണം കേട്ടോ, വെറും ചോറ്. അപ്പോൾ തുള്ളി നെയ്ച്ചോറ് കുറച്ചുകൂടിയും ബാക്കിയുണ്ട്, മക്കൾ മദ്രസ് വിട്ടുവന്നിട്ട് തിന്നിട്ട് ബാക്കിയില്ലേ എന്നുള്ളും കൂടി ഉണ്ട്. അങ്ങനെ ചോറൊക്കെ ഞാൻ വെച്ചിട്ട് നമ്മൾ അങ്ങാടിക്കൊന്ന് പോകണം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ മുന്നേ ചോറാണ്ട് ഓഫാക്കിയിട്ട് കണ്ട് നമുക്കാണ് പോകാം അങ്ങാടിക്ക്. അപ്പോൾ ഇതിന് വരുമ്പോഴത്തേന് ചോറ് വന്നോളുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ തീമട്ടത് കേട്ടോ. പോണീൻ്റെ മുന്നേ വേഗമാണിച്ചെങ്കിൽ ഊറ്റിച്ച് പോകും ജഡ്ജാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എങ്കിൽ വന്നോന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഓഫാക്കിയിട്ട് ഞാൻ കുളിച്ച് മാറ്റി പോന്നു കേട്ടോ. സാധനങ്ങളൊക്കെ കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ കഴിഞ്ഞിനി, അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിക്കാണ്ട. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ അങ്ങാടിയിലൊക്കെ പോയി വന്നിക്കണം കേട്ടോ. അപ്പം സോപ്പ് കഴിഞ്ഞിനി 2-3 സോപ്പ് വാങ്ങി. പിന്നെ സ്കൂളിട്ട് വന്ന ചായക്ക് കടി എന്തേലും വേണം, അപ്പോൾ അതിനൊരു ഔലൂസ് മിച്ചർ വാങ്ങി, 4-5 മുട്ട വാങ്ങി, പിന്നെ ഓയിൽ വാങ്ങി, ഉപ്പ് വാങ്ങി, പിന്നെ സോപ്പും പൊടി വാങ്ങി, പിന്നെ പഞ്ചാര വാങ്ങി, അങ്ങനെ വാങ്ങിട്ടോ. പിന്നെ കുറച്ച് വല്ലുള്ളിയും തക്കാളിയും വാങ്ങിക്കണം. പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പാൽപ്പൊടി, പിന്നെ പച്ചക്കറികൾ കാബേജ്, പയർ, പച്ചമുളക്, വല്ലുള്ളിയും തക്കാളിയൊക്കെ പറഞ്ഞല്ലേ അത്. പിന്നെ കുറച്ച് പലവക വാങ്ങി, പിന്നെ കുറച്ച് പൂള വാങ്ങി. അപ്പോൾ മക്കൾ ഇന്നാൾ പള്ളിക്കന്ന് കുറച്ച് ഇറച്ചിയും പൂളിയും വെച്ച് കിട്ടിയപ്പോൾ മക്കൾക്ക് ഭയങ്കര നോണേനി കേട്ടോ, ഭയങ്കര ഇഷ്ടേനി. തുടച്ചിങ്ങനെ കുത്തണി നമ്മളെ സാധനം പോയിനി കേട്ടോ. അപ്പം ഓന് കിട്ടിയത് ഇങ്ങോട്ട് കൊണ്ടുവന്നീനി. അപ്പോൾ അതിങ്ങനെ മിന്നുട്ടി ഓനും തുടച്ചാക്കി തിന്നപ്പം ഞാൻ പൂളിയും വാങ്ങി കുറച്ച് പലവകയും വാങ്ങിയിട്ട് കൂട്ടാൻ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ കുറച്ച് കോഴി ഞാൻ
പൊരിച്ച് വെക്കാതെ കേട്ടോ. പൊരിച്ചാനും വേണ്ടി ഞാൻ പൊരിച്ചാനല്ല ചാറക്കാൻ തന്നെയാണ് കുറച്ച് വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഉച്ചക്കും വൈകുന്നേരത്തിനും പാടെ കണ്ടുകാണ്ട് നമുക്ക് അങ്ങനെ എടുത്ത് ബാക്കി നമുക്ക് പിടിച്ചിക്കൊക്കെ നാളെയും ഒക്കെ എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ളത് ഒരു പാത്രത്തിലാക്കി മൂടി വെച്ചിരിക്കണം കേട്ടോ. പല വകയും തന്നെ ഞാൻ അതിൽ വെച്ചു. പിന്നെ പയർ ഇതാക്കണേ. പിന്നെ പയറും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് പയറോ അല്ലെങ്കിൽ കാബേജോ അതിൽ ഏതെങ്കിലും പറ്റുള്ളൂ കേട്ടോ ഉപ്പേരി. അല്ലാത്തതൊന്നും വലിയ തൃപ്തി ഇല്ല. എന്നാൽ സാനുവിനും മീനുട്ടിക്ക് തീരെയും വേണ്ട. ജിനു പിന്നെ വേറെ ഏതെങ്കിലും വെച്ചാൽ കൂട്ടിയെങ്കിൽ കൂട്ടും. പക്ഷേ എങ്കിൽ പയറും കാബേജും ആണെച്ചെങ്കിൽ ഓനും നല്ല തൃപ്തിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ ഓരോ പാത്രത്തിലാക്കിയിട്ട് ഒക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ വല്ലുള്ളി പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ വെക്കലില്ല കേട്ടോ. കേങ്ങ് പിന്നെ നമുക്കുണ്ട്. അപ്പോൾ പിന്നെ കേങ്ങ് കൊടുന്നിട്ടുമില്ല. അപ്പോൾ ബാക്കിയെല്ലാമൊക്കെ ഞാൻ ഫ്രിഡ്ജൊക്കെ കയറ്റി വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ ചോറൊന്ന് നോക്കി നോക്കിട്ടോ. വെന്ത് പായസം അയക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ ചോറ് വെന്തിട്ട് തന്നെ അല്ല കേട്ടോ. അരി ഇതിൻ്റെ മാതിരി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടി ഒന്നുകൂടി മൂടിക്കാണ്ട് ഒന്ന് തീമച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം ഇനി അവിടെ കടന്നുകാണ്ട് ഒന്നുകൂടി വേകട്ടെ. ഞാൻ വിചാരിച്ചിനി ചോറ് വെന്ത് ആകെ പായസം അയക്കണോ, ഇനി കുറച്ച് ചക്കരയും പാലൊക്കെ പാർന്നാൽ മതിയാവുമോ എന്നൊക്കെ വിചാരിച്ചിനി. പക്ഷേ ഭാഗ്യത്തിന് ചോറ് വന്നിട്ട് തന്നെയല്ല. പിന്നെ ഞാൻ വന്നപ്പോൾ കുറച്ച് നേരം വൈകിക്കണം കേട്ടോ. 11:30 മണിയാക്കണം. അപ്പോൾ ഇനി ഉപ്പേരിയൊന്നും പിന്നെ ഞാൻ വെക്കാൻ നിന്നില്ല. കുറച്ച് കോഴി എടുത്തുകൊണ്ട് ഞാൻ ചാറാണ് വെച്ചാൽ പിന്നെ അത് മതിയല്ലേ ഇത്. പിന്നെ നമ്മൾ കറിക്കാണെന്ന് പറഞ്ഞിരുന്നാലും ഒക്കെ വലിയ തന്നെയാണ്. അപ്പോൾ അതുകൂടി ഒന്നുകൂടി മുറിച്ചു. പിന്നെ ഞാൻ വല്ലുള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയൊക്കെ ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് കണ്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതൊന്നും ഇപ്പം ഇങ്ങനെ അരിഞ്ഞിക്കാനാവില്ല എന്ന് വിചാരിച്ച്. ഏലെങ്കിലും പോയി വന്നാൽ പിന്നെ ഒരു കുഴക്കുവാണ്, ഒരു മടിയാണ്. അപ്പം ഞാൻ എന്താട്ടി ഒക്കെ അരച്ചെടുത്തുക്കണേ. പിന്നെ ചോറ് ഞാൻ കോട്ടപ്പാത്രത്തേക്ക് ഊറ്റിയിട്ടിക്കണേ. പിന്നെ കോഴി വെക്കാൻ ഞാൻ ഇതാക്കണേ കുക്കറിലാണ് വെക്കുന്നത്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് അതിക്ക് കുറച്ച് തക്കാളി അരച്ചുണ്ടല്ലോ, തക്കാളിയും വല്ലുള്ളിയും ജീരുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത് കുറച്ചിട്ട് കൊടുത്തു. ബാക്കി ഞാൻ അവിടെ വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് നാളെ വെക്കുക അല്ലെങ്കിൽ കോഴി പൊരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇനി പുളക്കൂട്ടാൻ നാളെ വെക്കണ്ടേ. അപ്പോൾ അയക്കും വേണ്ടിയൊക്കെ ഞാൻ കുറച്ച് അവിടെ തന്നെ വെച്ചു. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പാടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളവും പാർന്ന് നമ്മളെ കോഴി ഇട്ട് കൊടുത്താൽ നമ്മളെ കോഴിച്ചാറ് റെഡിയാണ്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ആ മിക്സി കഴുകിക്കാണ്ട് ഞാൻ അതിക്കണ്ട് പാർന്ന് കൊടുത്തു കേട്ടോ. അത് വെറുതെ കളയണ്ടല്ലോ. ആ ഉള്ളിയൊക്കെ ഞാൻ വേറെ പാത്രത്തിൽ വെച്ച് ഞാൻ ഗ്യാസ് കണക്കാറ്റി വെച്ചിരിക്കണം. അല്ല ഒരുപാട് തെറ്റാന്ന് വരുന്നത് പേവ് നമ്മളെ ഫ്രിഡ്ജിക്ക് വെച്ചിക്കണേ. പിന്നെ ഞാനിതാക്കണം നമ്മളെ കോഴിയൊക്കെ കേകി വെള്ളത്തിലിട്ടിന് കേട്ടോ. പിന്നെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തുകാണ് ഞാൻ പിഴിഞ്ഞുകാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാനിതൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ അത് കുക്കറിലാവുമ്പോൾ ഒരൊറ്റ വിസിലടിച്ചിക്കാണ്ട് നമ്മൾക്കണ്ട് ഓഫാക്കിയിട്ടാൽ നമ്മളെ കോഴിച്ചാറ് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ അതാ കോഴിച്ചാറ് കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടിയാണ് ഇട്ട് കൊടുത്താൽ നമ്മളെ കോഴിച്ചാറ് സൂപ്പർ കോഴി മുളകിട്ടത്. അപ്പോൾ ഇതാക്കണേ ഇന്നിപ്പോൾ നമുക്ക് അതാണ് കേട്ടോ. വെറും ചോറും പിന്നെ നമ്മളെ കോഴി ചാറുമാണ്. പിന്നെ നമുക്ക് ഇനി അതിക്കിപ്പോൾ ഒരു പരിപാടിയില്ല കേട്ടോ. തൂമിച്ചൊന്നും വേണ്ട, നമ്മൾ തൂമിച്ചല്ല വെച്ചിരിക്കണത്. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ചോറ് വിളമ്പി കൊടുക്കാൻ കേട്ടോ. അപ്പം സനുട്ടനും മീനുട്ടിക്കും ചോറ് വിളമ്പാണ്. അപ്പോൾ രണ്ടാക്കും ചോറ് വിളമ്പിട്ടോ. അപ്പം കോഴിച്ചാറായി കഴിഞ്ഞാൽ നല്ല തൃപ്തി കേട്ടോ. ഓർക്ക് ഇഷ്ടപ്പെട്ട ചാറാണിച്ചെങ്കിൽ ഒരു 2-3 വട്ടമൊക്കെ ചോറ് എടുക്കും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചേ ഞാൻ വിളമ്പുള്ളൂ, കുഴച്ചിടാൻ പാടില്ലല്ലോ. അത് എഴുതിയിട്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കും. അതേ പറഞ്ഞ മാതിരി തന്നെയാണ് കോഴി കേട്ടോ. വേണമെന്ന് വെച്ചെങ്കിൽ തരൻ്റെ പിന്നെ അങ്ങനെ ഇങ്ങനെ കടിച്ച് തൊപ്പിയിടുകയൊക്കെ ചെയ്യും. അപ്പം വേണമെങ്കിൽ കൊടുക്കാമല്ലോ എഴുതിക്കാണ്ട് കൊടുത്തു. പിന്നെ ഇതാക്കണേ ഞാൻ രണ്ടാക്കും. അപ്പോൾ പിന്നെ എല്ലില്ല കണ്ടാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഓരോ സുവാസമാണ് കേട്ടോ. അങ്ങനെയൊക്കെ കൊടുത്തു. പിന്നെ ഞാനും ഇതാക്കണം ചായ അടിച്ചാൽ മടിക്കാണ് കേട്ടോ. ചായ അല്ല ചോറ് കഴിച്ചാൽ മതി ഞാനും നിൽക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറ് എടുത്തത്. അപ്പം സനുവിനോട് മീനുട്ടിനോട് നെയ്ച്ചോറാണ് വെച്ചപ്പോൾ ഒലിക്കും വേണ്ട
വെറുംചോറ് മതി പറഞ്ഞാൽ അപ്പോൾ ഓൽക്ക് രണ്ടാക്കും വെറുംചോറ് എടുത്ത് ആ നെയ്ച്ചോറ് ഞാൻ എടുത്ത് തിന്നിട്ടോ. ഇനിയിപ്പോൾ ആ നെയ്ച്ചോറ് തിന്നിട്ടില്ലെങ്കിൽ അത് ആ മൂലക്ക് അങ്ങനെ കിടക്കും തത്തിക്കളിച്ച് കണ്ട്. പിന്നെ നമ്മളെ വലിയ കുട്ടി തിന്നു വെച്ചെങ്കിൽ ഓൻ കടയിൽ പോയതല്ല, അപ്പോൾ ഓനില്ല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ആയിക്കും കുറച്ച് ചാറൊക്കെ പാർന്ന് തിന്നു. പിന്നെ നമ്മൾ കുറച്ച് വെറും ചോറ് കൊടുത്തു.